CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് സാധ്യതയേറി. മഹാരാഷ്ട്രയിൽ നിന്നുള്ള കർഷക നേതാവ് അശോക് ധാവളയുടെ പേരും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. പിന്നാലെ കേന്ദ്ര കമ്മിറ്റി യോഗവും ചേരുന്നു. 11 മണിക്കാണ് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടിയും ഭരണഘടനാ ഭേദഗതികളും അവതരിപ്പിക്കുക. മധുരയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അഭിലാഷ് മോഹനനും കണ്ണൻ നായരും ചേരുന്നുണ്ട്. ആദ്യം അഭിലാഷിലേക്ക് പോകാം. അഭിലാഷ്, എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് ആരായിരിക്കും അടുത്ത ജനറൽ സെക്രട്ടറി എന്ന്, എപ്പോഴായിരിക്കും പ്രഖ്യാപനമെന്ന്. സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ ശക്തമായി കേൾക്കുന്ന പേര് MA ബേബിയുടേതാണ്. പക്ഷേ ബംഗാൾ ഘടകം എതിർക്കുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷ പിന്തുണ അനുസരിച്ച് MA ബേബിക്ക് തന്നെയല്ലേ സാധ്യത? തീർച്ചയായിട്ടും ആര്യ അക്ഷയ മറിയം അലക്സാണ്ടർ ബേബി എന്ന പ്രാപ്കുളംകാരൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ പാർട്ടിയുടെ നേതൃയോഗങ്ങൾ, പോളിറ്റ് ബ്യൂറോ, കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. PBCC യോഗങ്ങൾക്ക് ശേഷമാണ് പുതിയ നേതൃത്വത്തിന്റെ പാനൽ ഈ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുക. 11 മണിക്കാണ് ഇന്നത്തെ പാർട്ടി കോൺഗ്രസ് സെഷൻ ആരംഭിക്കുക. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടി, ആ മറുപടിക്ക് ശേഷം പുതിയ പാനലിന്റെ അവതരണം. പുതിയ പാനൽ സമ്മേളനം അംഗീകരിച്ചാൽ ആ പാനൽ പുതിയ കേന്ദ്ര കമ്മിറ്റിയായി തെരഞ്ഞെടുക്കപ്പെടും. പോളിറ്റ് ബ്യൂറോയിലേക്ക് ആരൊക്കെ, പുതിയ ജനറൽ സെക്രട്ടറി ആര് എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മളെ സംബന്ധിച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയും. MA ബേബി കേരളത്തിൽ നിന്ന്, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ശേഷം കേരള ഘടകത്തിൽ നിന്ന് ഒരാൾ ഇതാ ജനറൽ സെക്രട്ടറി ആവുകയാണ്. പ്രകാശ് കാരാട്ട് മലയാളിയായിരുന്നെങ്കിലും അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് കേരള ഘടകത്തിൽ നിന്നൊരാൾ എന്ന് നമുക്ക് പ്രകാശ് കാരാട്ടിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. എന്തായാലും MA ബേബി CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആവുകയാണ്. ഒപ്പം പാർട്ടിക്ക് പുതിയ ഒരു പോളിറ്റ് ബ്യൂറോ വരികയാണ്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്, കണ്ണൂരിൽ ചേർന്ന കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത പോളിറ്റ് ബ്യൂറോ, 17-അംഗ പോളിറ്റ് ബ്യൂറോ ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം സീതാറാം യെച്ചൂരിയും കോടിയേരി ബാലകൃഷ്ണനും ഈ സമ്മേളന കാലയളവിനിടെ മരണപ്പെട്ടു. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, മണിക് സർക്കാർ, അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ സൂര്യകാന്ത് മിശ്ര എന്നിവർ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാകുകയാണ്. അതായത് CPM-ന്റെ നേതൃമുഖമായി നിന്നിരുന്ന ആ നേതൃനിര അപ്പാടെ മാറുകയാണ്. അപ്പോൾ ആരാണ് ഇവർക്ക് പകരം വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, അദ്ദേഹത്തിന് 80 വയസ്സായി, പിണറായി വിജയന് മാത്രമേ പ്രായപരിധി ഇളവ് നൽകിയിട്ടുള്ളൂ. ബാക്കി പ്രധാനപ്പെട്ട നേതൃനിര ഒന്നാകെ മാറുകയാണ്. അപ്പോൾ പകരം ആരൊക്കെ എന്ന ചോദ്യത്തിനാണ് നമ്മൾ ഇനി ഉത്തരം കാത്തിരിക്കുന്നത്. പുതിയ പോളിറ്റ് ബ്യൂറോയിൽ 17 അംഗങ്ങളാണ് ഉണ്ടാകുക. പുതുതായി ആരൊക്കെ എന്ന ചോദ്യം വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില എൻട്രികൾ ഡൽഹി കേന്ദ്രീകരിച്ച്, അതായത് കേന്ദ്ര സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിജു കൃഷ്ണനും അരുൺകുമാറും പുതിയ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാകും. അതിൽ ബിജു കൃഷ്ണൻ മലയാളിയാണ്. അദ്ദേഹം കരിവള്ളൂരുകാരനാണ്. അദ്ദേഹം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠനത്തിന് ശേഷം പിന്നീട് SFI-ലും അതിനുശേഷം ഇപ്പോൾ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പ്രധാനപ്പെട്ട നേതൃമുഖമായി പ്രവർത്തിക്കുകയാണ്. അരുൺകുമാറും അതുപോലെ തന്നെ ബിജു കൃഷ്ണനും, ആന്ധ്രയിൽ നിന്നുള്ള അരുണും കേരളത്തിൽ നിന്നുള്ള ബിജു കൃഷ്ണനും രണ്ടുപേരും കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കുന്നവരാണ്, സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. ഇവർ രണ്ടുപേരും പുതിയ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം സിക്കറിൽ നിന്ന് കഴിഞ്ഞ തവണ അട്ടിമറി വിജയം നേടി രാജസ്ഥാനിൽ നിന്ന് പാർലമെന്റിലേക്ക് പോയ അമ്ര റാം, അദ്ദേഹവും AIKS-ന്റെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതാവാണ്. അമ്ര റാം പോളിറ്റ് ബ്യൂറോയിലെത്തും. ബംഗാളിൽ നിന്ന് ശ്രീധൻ ഭട്ടാചാര്യയാണ് പുതുതായി PB-യിലേക്ക് വരിക. അതുപോലെ തന്നെ ത്രിപുരയിലെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം പുതുതായി പോളിറ്റ് ബ്യൂറോയിലേക്ക് വരും. കേരളത്തിൽ നിന്ന് പുതുതായി പോളിറ്റ് ബ്യൂറോയിലേക്ക് ആരും വരില്ല എന്നുള്ളതാണ് നിലവിലെ വിവരം. പക്ഷേ K രാധാകൃഷ്ണന്റെ പേര് വളരെ സജീവമായി പരിഗണനയിലുണ്ട്. ഒരുപക്ഷെ K രാധാകൃഷ്ണൻ ഇനിയുള്ള ഒരു സാഹചര്യത്തിൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരാം. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോളിറ്റ് ബ്യൂറോയിൽ 2 വനിതകളുടെ ഒഴിവ് വന്നിരിക്കുകയാണ്. സുഭാഷിണി അലിയും ബൃന്ദ കാരാട്ടും മാറുമ്പോൾ അതിന് പകരം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള U വാസുകിയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറിയം ധാവളയുമാണ്. മറിയം ധാവളെ PB-യിൽ എത്തുന്നതോടുകൂടി അശോക് ധാവളെ, മറിയം ധാവളെ ദമ്പതിമാർ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് ദമ്പതികളെ പോലെ മറിയം ധാവളെ അതുപോലെ തന്നെ അശോക് ധാവളെ ദമ്പതിമാർ മഹാരാഷ്ട്രയിൽ നിന്ന് പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. SFI-യുടെ 80കളിലെ തിപ്പരി നേതാവാണ് മറിയം ധാവളെ. പോളിറ്റ് ബ്യൂറോയിൽ എത്തുമെന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബാംഗവും ട്രേഡ് യൂണിയൻ രംഗത്തെ പ്രമുഖ വ്യക്തിത്വവുമാണ് U വാസുകി പോളിറ്റ് ബ്യൂറോയിൽ എത്തുകയാണ്. കേരളത്തിൽ നിന്ന് പോളിറ്റ് ബ്യൂറോയിലേക്ക് പരിഗണിച്ചിരുന്നത് KK ശൈലജയെയും K രാധാകൃഷ്ണനെയുമാണ്. രണ്ടുപേരും ഉണ്ടാവുന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പില്ല. K രാധാകൃഷ്ണന്റെ കാര്യത്തിൽ മാത്രമേ ചെറിയ സംശയമെങ്കിലും ബാക്കി നിൽക്കുന്നുള്ളൂ. KK ശൈലജ PB-യിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. കേന്ദ്ര കമ്മിറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലും പുതിയതായ ആളുകൾ വരേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് AK ബാലൻ അടക്കം പ്രമുഖരായ നേതാക്കൾ മാറുമ്പോൾ TP രാമകൃഷ്ണൻ LDF കൺവീനർ, അദ്ദേഹം ഈ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. PK ബിജുവിന്റെ പേര് വളരെ സജീവമായ പരിഗണനയിലാണ്. വനിതാ അംഗം എന്നുള്ള നിലയിൽ സീനിയോറിറ്റി മേഴ്സിക്കുട്ടിയമ്മയ്ക്കാണ്. മേഴ്സിക്കുട്ടിയമ്മ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്വം അവരെ പരിഗണിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിൽ എടുക്കാത്തതിൽ തന്നെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. അവർ സംസ്ഥാന
സമിതിയിൽ അത് തുറന്ന് പറയുകയും ചെയ്തതാണ്. ജെ മേഴ്സിക്കുട്ടിയമ്മയാണ് സീനിയറായി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരേണ്ടത്. മേഴ്സിക്കുട്ടിയമ്മയെ കൂടാതെ പരിഗണിക്കുന്നത് മലപ്പുറത്തു നിന്നുള്ള ന്യൂനപക്ഷ മുഖം കൂടിയായ PK സൈനബയെയും മുൻ രാജ്യസഭാ MP ആയ TN സീമയെയുമാണ്. ഈ 3 പേരിൽ ഒരാൾ കേന്ദ്ര കമ്മിറ്റിയിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മന്ത്രിസഭയിൽ നിന്ന് ആര് എത്തും എന്നുള്ളത് ശ്രദ്ധേയമാണ്. മുഹമ്മദ് റിയാസ് ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. തലമുറ മാറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ സംഭവിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം.